ആർക്കും ഒന്നും പറയാനില്ല. ഇതൊക്കെ ഇനി 1000 ആനയും അതിന്റെ തോട്ടിയും തരാന്ന് പറഞ്ഞാലും ഞാനില്ല പ്രിയദർശിനിക്ക്. നിരവധി ആളുകളുണ്ട്, നിരവധി സ്ത്രീകളുണ്ട്. അവര് ദിവസവും തിരിച്ചു വരുമ്പം പിറ്റേന്ന് രാവിലെ കൊടുക്കേണ്ട ബസിന്റെ പണം മാറ്റിവെച്ചിട്ടാണ് ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള അവര് പണം സ്വരൂപിക്കുന്നത്. ഓരോരുത്തരും പബ്ലിക്കിൽ ഇറങ്ങി എന്ത് തൊട്ടിത്തരവും കാണിച്ചിട്ട് അവസാനം പോലീസ് പിടിക്കുമ്പോഴത്തേക്ക് അതെല്ലാം കൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ നെഞ്ചത്തോട്ട് വയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശനാണല്ലോ ഇപ്പം കേരളം കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് വി ഡി സതീശൻ സർക്കാരിൻ്റെ പോലീസ് ആരെ പിടിച്ചാലും അവസാനം കുറ്റം മൊത്തവും മുഖ്യമന്ത്രിക്കായിരിക്കും. എന്ത് തൊട്ടിത്തരം കാണിച്ചാലും അവസാനം മുഖ്യമന്ത്രിയുടെ തലയിലായിരിക്കും കുറ്റം. അങ്ങനൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കണ്ടത്. വേറെ ആരെയല്ല, എൽനോസ് പാട്ട. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ മദ്യപിച്ച് അപ്പോൾ ചോദിക്കും ഞാൻ ഒരു ബിയറാണ് അടിച്ചതെന്ന്. ഏറ്റവും കൂടുതൽ ആൽക്കഹോളിക് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് ബിയറിനകത്താണ്. അപ്പം ബിയർ ഇപ്പം സാധാരണ ലിക്കർ കഴിക്കുന്നതിനേക്കാളും ദോഷകരമാണ് ബിയർ അടിക്കുന്നത് അല്ലേ. അപ്പം ഈ ഏറ്റവും കൂടുതൽ ആൽക്കഹോളിക് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തലയിൽ പിടിക്കുകയും നമുക്ക് ബോധം നഷ്ടപ്പെടുന്ന രീതിയിലാവുകയും അവസാനം വല്ലയിടത്തും കൊണ്ടുവച്ച് വണ്ടി കയറ്റി വല്ല പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തങ്ങണം കൊണ്ടുവച്ച് കയറ്റി അവനെ വഴിയാതരാക്കുന്നൊരു ആക്കാൻ ബിയർ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പം ബിയർ അടിച്ചിട്ട് വണ്ടി ഓടിച്ച് പോലീസ് പൊക്കിയതിന് ശേഷം പിറ്റേന്ന് തന്നെ എൽനോസ് പാട്ട KSRTC പ്രിയദർശിനിയിൽ കയറിയിട്ട് വി ഡി സതീശനെ കുറ്റം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വയ്ക്കാം, അതാണ് ഇന്ന് റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണ്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ പ്രിയദർശിനി ഉപകാരപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതിലൂടെ മാസം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്ത് അവർക്ക് മറ്റു ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുണ്ട്. അങ്ങനെ പ്രിയദർശിനിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണെങ്കിൽ, വി ഡി സതീശൻ സർക്കാർ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രിയദർശിനി നല്ലതാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യണം ഈ വീഡിയോയ്ക്ക്. എത്ര ആളുകൾ പ്രിയദർശിനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഈ എൽനോസ് പാട്ട ബസ്സിനകത്ത് കയറിയിട്ട് കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ട്. വെച്ചാൽ പ്രിയദർശിനിയിൽ കാരണം ആളുകൾ സാധനങ്ങൾ മറന്നു വെച്ചിട്ട് പോകുന്നു, മൊബൈൽ മറന്നു വെച്ചിട്ട് പോകുന്നു, അത് മറന്നു വെച്ചിട്ട് പോകുന്നു, ഇത് മറന്നു വെച്ചിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വി ഡി സതീശൻ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ആഞ്ഞടിക്കുവാണ്. എന്തിനാ? കഴിഞ്ഞ ദിവസം അഹങ്കാരം കാണിച്ച് പോലീസ് പിടിച്ചതിൻ്റെ രോദനം, അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമല്ല. എന്തായാലും ഞാനിവിടെ വെച്ച് തരാം, അത് നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പം ഓക്കെ, അതിനുശേഷം അതിൻ്റെ അടിയിലൊക്കെ വരുന്നേക്കുന്ന കമൻറ്റുകൾ, എൽനോസ് പാട്ടയുടെ ഓരോ വീഡിയോസിൻ്റെ അടിയിലും വരുന്നേക്കുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് കാണണം. അതും കൂടെ ഞാനൊന്ന് വായിച്ചു തരാം. ഓക്കെ, ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ നമ്മളെപ്പോലെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ചാനൽ പുള്ളിക്കാരിക്കുണ്ട്. പക്ഷേ ഈ ചാനലും വെച്ചുകൊണ്ട് പുള്ളിക്കാരി നന്മമരം കളിക്കുവാണെന്നാണ് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നത്. കാരണം ഇതിനു മുമ്പ് പുള്ളിക്കാരിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബിയർ തൊട്ടിട്ടേ ഇല്ല, ഞാൻ ബിയർ കഴിക്കത്തേ ഇല്ല, ബിയർ എന്നല്ല, എന്നെ ഏതെങ്കിലും ബാറിനകത്തോ എന്നെ ഏതെങ്കിലും എവിടെയെങ്കിലും ബിയർ ഊപ്പിയമായിട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതികരിക്കാം, അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം നന്മമരം കളിച്ച ഒരാളാണ് ഇപ്പം പൊളിഞ്ഞു വീണത്. എന്നിട്ട് അവസാനം അത് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ തലയിൽ കൊണ്ടുവച്ച് മുഖ്യമന്ത്രിയെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തണം. അതാണ് ഇപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഉദ്ദേശം. ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് മദ്യപിച്ച് പോലീസുകാരന്മാർ ഡ്രൈവ് ചെയ്ത് ഒരു വണ്ടിയെ കൊണ്ടുവച്ച് ഇടിച്ച് കണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് റിയാക്ടിങ് ഉണ്ട്. പോലീസിന് എന്തോ ആവാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ ട്രോളിക്കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസന്മാരിലും ഉണ്ട് ക്രിമിനൽസ്, പോലീസന്മാരിലും ഉണ്ട് മദ്യപിക്കുന്നവർ, നല്ല ആളുകളും ഉണ്ട്. ആദ്യം മനസ്സിലാക്കുക. എൽനോസ് പാട്ടയോട് എനിക്ക് അതേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും തേഞ്ഞൊട്ടിയ എൽനോസ് പാട്ട പിറ്റേന്ന് തന്നെ പ്രിയദർശിനിയിൽ കയറി മുഖ്യമന്ത്രിയെ അങ്ങ് ഏതാണ്ടൊക്കെ അങ്ങ് ചെയ്ത് കളയാം, മുഖ്യമന്ത്രി അങ്ങ് ഇതാക്കി കളയാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. എന്തായാലും ആ വീഡിയോയ്ക്കും ഭയങ്കര തിരിച്ചടിയാണ് പുള്ളിക്കാരി കിട്ടിയിട്ടുള്ളത്. എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ അവിടെ വെച്ച് തരാം. അതിനുശേഷം ഫാത്തിമ തഹ്ലിയയുടെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. കാരണം ഇത് സ്ത്രീകൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് ഒരു സ്ത്രീയായിട്ടുള്ള ഫാത്തിമ തഹ്ലിയ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കോണേ. എന്തായാലും എൽനോസ് പാട്ട പറയുന്നതെന്ന് കേട്ട് നോക്കാം. 3/4 കുണ്ടിയും എന്റെ ഷോൾഡറിലാണ്. ഞാൻ ലാലേട്ടനെ പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള താത്താന്റെ ഫുൾ കുണ്ടിയും എന്റെ തൊടയിലാണ്.
ഞാനുണ്ടല്ലോ ഒരു പരീക്ഷണം എന്നുള്ള രീതിക്ക് നമ്മുടെ സർക്കാർ കൊടുക്കുന്ന സൗജന്യ പ്രിയദർശിനി യാത്രയുണ്ടല്ലോ, സ്ത്രീകൾക്ക് സൗജന്യ പ്രിയദർശിനി യാത്ര. ഞാനും ചെറുതായിട്ട് ഇന്നൊന്ന് യാത്ര ചെയ്തു. ഒരു കാര്യം ഉണ്ടായിട്ടല്ല, ഞാനൊന്ന് യാത്ര ചെയ്തു. പൊതുവെ ഞാൻ മുന്നേ കോളേജിലൊക്കെ KSRTCയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പടന്നക്കാടാണ് പഠിച്ചത്. എനിക്ക് ഇഷ്ടമാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഇന്ന് പ്രിയദർശിനി ബസ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, എന്റെ ദൈവമേ. നിങ്ങളൊരു അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രിയദർശിനിയിൽ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. ഞാൻ ബന്ദിയോട് മുതൽ കാസർഗോഡ് വരെയാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരക്ക് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഞാൻ കുമ്പളവടിക്കും പാലക്കുന്ന് ഭരണിക്കും അങ്ങനെ ഒരു തിരക്ക് കണ്ടിട്ടുള്ളൂ. നമ്മൾ തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ TV കാണുന്ന തിരക്കില്ലേ, അമ്മാതിരി തിരക്കാണ് ഒരു ബസ്സില്. ഓക്കെ, ഞാൻ ഇരുന്നതിന്റെ ഈ സൈഡിലിരുന്ന താത്താന്റെ 3/4 കുണ്ടിയും എന്റെ ഷോൾഡറിലാണ്. ഞാൻ ലാലേട്ടനെ പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള താത്താന്റെ ഫുൾ കുണ്ടിയും എന്റെ തൊടയിലാണ്. ഇത് ഞാൻ തൊട ഇങ്ങനെ ഇടയ്ക്ക് അനക്കുമ്പോ പോലും അവര് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം മൈൻഡ് ചെയ്താൽ ഞാൻ എണീക്കേണ്ടി വരുമല്ലോ, എന്റെ തൊടേന്ന് എണീക്കേണ്ടി വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് കണ്ടക്ടറിനെ റിക്വസ്റ്റ് ചെയ്യാണ് ഓരോ സ്റ്റോപ്പിലും, ചേച്ചി അടുത്ത ബസ് പ്രിയദർശിനി തന്നെ വരുന്നുണ്ട്, ഇതിൽ സ്ഥലമില്ല, മാറി നിൽക്കട മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ തടിച്ചു കയറുന്നത്. തിരക്കെന്ന് പറഞ്ഞ അമ്മാതിരി തിരക്കാണ്. വേറൊരു കോമഡി ആക്കണോ, ഈ ഫ്രീ യാത്രക്കിടയിൽ ഞാൻ ഇരുന്ന സീറ്റിലിരുന്ന ആളായിരിക്കണം ആ ബോട്ടിന്റെ ഒരു എയർപോർട്ട് മറന്നു വെച്ചു പോയി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കുന്ന സമയത്ത് 800 റുപ്പീസ് എങ്ങനെ അതിന് പ്രൈസ് ഉണ്ട്. ഞാൻ കണ്ടക്ടർ അതിൽ കൊടുത്തിട്ട് പറഞ്ഞു, ചിലപ്പം ഒരു KSRTCയിൽ വരുമായിരിക്കും, പരുതിയിട്ട് നിങ്ങൾ അവിടെ കൊടുത്താൽ മതി. അയാൾ എന്നെ ഇങ്ങനെ തലക്ക് കൈ വെക്കുന്നു. നിങ്ങൾ ഈ എത്ര കൂടിപ്പോയ 800 രൂപയൊന്നും എന്തായാലും മംഗലാപുരത്തുനിന്ന് കാസർഗോഡേക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു ഫ്രീ ടിക്കറ്റിന് വേണ്ടിയിട്ട് ബോട്ടിന്റെ എയർപോർട്ട് അടക്കം വെച്ച് മറന്നു പോകുന്ന സ്ത്രീകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇങ്ങനെ ഒരു സൗജന്യ യാത്ര? ഗർഭിണികൾക്കാവട്ടെ, ഭിന്നശേഷിക്കാർക്കാവട്ടെ, അന്ധർക്കാവട്ടെ, ആർക്കും ഇങ്ങനെയുള്ള തിരക്കിലൊന്നും കയറാൻ പറ്റില്ല. ചികിത്സയ്ക്ക് പോകുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ഒരാവശ്യവും ഇല്ലാണ്ട് വെറുതെ ഒന്ന് യാത്ര ചെയ്യും. ഞാൻ ഇന്ന് പരീക്ഷിച്ചു എന്നേ ഉള്ളൂ. വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് പ്രൈവറ്റ് ബസ്സുകാർ അത് ബാധിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഈ സർക്കാരിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള സൗജന്യ യാത്രകളും കാര്യങ്ങളും അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട്. അതിൽ ജെൻഡർ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന, എന്തിനാണ് അതിന്റെ ആവശ്യം? എല്ലാ ജെൻഡറിലും ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്, എൻഡോസൾഫാൻ ബാധിച്ച് കുറെ പേരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ ഫ്രീ കൊടുക്കൂ, വൃദ്ധന്മാർക്ക് കൊടുക്കൂ, ജെൻഡർ നോക്കാതെ. എന്താണിത്? ഗർഭിണികൾക്ക് കൊടുക്കൂ, അർഹതപ്പെട്ടവർ നിങ്ങൾ സൗജന്യ യാത്ര കൊടുത്താലും തെറ്റില്ല. ഇത് എന്റെ ഭഗവാനെ, ഇടയ്ക്ക് ഇറങ്ങാനും പറ്റില്ല. നമ്മളൊന്ന് ഇറങ്ങാന്ന് വെച്ചാൽ അതും പറ്റില്ല. അത്രക്ക് ജനങ്ങളാണ് ഈ പ്രിയദർശിനി ബസ്സില്. ഞാൻ പറയട്ടെ, ഞാൻ ഏകദേശം 5ാം ക്ലാസ് മുതൽ KSRTC ബസ്സിൽ യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഒരു തിരക്ക്. എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നതെന്ന് ദൈവത്തമ്പുര. വെറുതെ ആയിരിക്കും, വെറുതെ ഫ്രീ അല്ലേ പോയിട്ട് വരാം എന്നുള്ള ഒരു ഇതിന്റെ കോൺസെപ്റ്റിന്റെ പുറത്തായിരിക്കും. നിങ്ങൾ ഇത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സർക്കാരിനോടാണ് ഞാൻ പറയുന്നത്, അർഹതയുള്ളവർക്ക് നിങ്ങൾ സൗജന്യ യാത്ര കൊടുത്തോളൂ, ആർക്കും ഒന്നും പറയാനില്ല. ഇതൊക്കെ ഇനി 1000 ആനയും അതിന്റെ തോട്ടിയും തരാന്ന് പറഞ്ഞാലും ഞാനില്ല പ്രിയദർശിനിക്ക്. ഓക്കെ, ഇവിടെ പുള്ളിക്കാരി പറഞ്ഞു കേട്ടായിരുന്നു, നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്ന ആളാണെങ്കിൽ ചുമ്മാ കയറി നിങ്ങൾ പ്രിയദർശിനിയിൽ കയറി യാത്ര ചെയ്തോന്നാണ് പറയുന്നത്. അങ്ങനെ ചുമ്മാ ഓസിന് പ്രിയദർശിനിയിൽ യാത്ര ചെയ്യാനെ കൊണ്ടല്ല ഗവൺമെൻറ് KSRTCക്ക് പൈസ കൊടുത്തേക്കുന്നത്. ഓസിനുള്ള പരിപാടിയല്ല. ഓരോ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ് അനുവദിച്ചേക്കുന്നതെന്ന് പറയുന്നതിനകത്ത് അത് ഓരോ സ്ത്രീകളുടെ ടിക്കറ്റിനും KSRTCക്ക് അതിൻ്റെ എമൗണ്ട് കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഓസിനല്ല. ഓസിനാന്ന് പറഞ്ഞാൽ കളിയാക്കല്ല. പിന്നെ വേറെ കാര്യം പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് കയറി അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. അങ്ങനെ വെറുതെ ഇരിക്കുന്നവർക്ക് ചൊറിയും കുത്തി ഇരിക്കുന്ന എലനോസ് പാട്ടെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല ഈ ഒരു പദ്ധതി നടപ്പാക്കിക്കുന്നത്. രാവിലെ തൊട്ട് വെളുപ്പാങ്കാലം 5 മണിക്ക് എണീച്ച് ചോറും കറിയും വെച്ച് കുട്ടികളെയും വിട്ടിട്ട് 7 മണിക്ക് ഇതുപോലെ 7-8 മണിക്ക് ഓരോ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്ന വെറും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുണ്ട്. തിരിച്ച് 5ഉം 6ഉം 10ഉം മണിക്ക് ഓരോ സ്ഥാപനങ്ങളിൽ പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്ന വെറും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, അവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഓസിന് നിങ്ങളെപ്പോലെ വീട്ടിൽ കയറി ഇരുന്ന് ഞെളിഞ്ഞിരിക്കുന്ന ടീംസിന് പൈസയുടെ കഴപ്പും അതുപോലെ നല്ല ജോലിയുടെ കഴപ്പും ഇതൊക്കെ കൊണ്ട്
വെറുതെ കയറിയിരിക്കുന്ന ടീംസിന് യാത്ര ചെയ്യാനുള്ളതല്ല ഈ ഒരു പദ്ധതി. ആദ്യം അത് മനസ്സിലാക്കുക. സാധാരണക്കാരായിട്ടുള്ള വേണ്ടിയിട്ടുള്ള സ്ത്രീകൾക്കാണ്. പിന്നെ ഇപ്പം പറഞ്ഞല്ലോ, നിങ്ങളെപ്പോലെയുള്ള ഈ എലനോർ പാട്ടെ പോലുള്ള ഇവരെ പോലെയുള്ള ആളുകളാണ് ഈ ഒരു ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ തന്നെ, ഇങ്ങനെയുള്ളൊരു സംരംഭം തന്നെ നശിപ്പിച്ച് കളയുന്നത്, കുറ്റവും കുറവും പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ അടിയിൽ വന്ന് കുറച്ച് 1-2 കമൻറ്റുകളും കൂടെ വായിക്കാം. ഈ എലനോർ സ്പാട്ടയുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ. ഞങ്ങൾ എല്ലാവരും സേഫായും സന്തോഷമായും ഇരിക്കുന്നു. മോൾ ദയവ് ചെയ്ത് റോഡിൽ കൂടി പോകുന്ന ആളുകളെ സേഫ് ആക്കുക. അടുത്തൊരു കമൻറ്റ്, പ്രിയദർശിനിയിൽ ബിയർ കിട്ടിയില്ലേ. അടുത്തൊരു കമൻറ്റ്, മദ്യപിച്ച് വണ്ടി ഓടിച്ച് പാവങ്ങളെ നെഞ്ചത്ത് കയറ്റരുത്, അത് കഴിഞ്ഞ് മതി ഉപദേശവും ഡാഷും ഒക്കെ. ഇങ്ങനൊരു കമൻറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കമൻറ്റ്, ഇപ്പോൾ കിങ്ഫിഷർ ഒരു ബോട്ടിൽ ഇപ്പം എന്താ റേറ്റ്. അടുത്തൊരു കമൻറ്റ്, ഈ പെണ്ണ് മനഃപൂർവ്വം കോൺട്രവേഴ്സി ഉണ്ടാക്കാനാണ്. അത് മനഃപൂർവ്വം തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഈ വി.ഡി. സതീശൻ ഗവൺമെൻറ്റിൻ്റെ പോലീസാണല്ലോ പിടിച്ചത്. അപ്പം ഇനിയിപ്പോൾ അതിനെതിരെയായിരിക്കും പുള്ളിക്കാരിയുടെ രോദനം. ഓക്കെ, അടുത്തൊരു കമൻറ്റ്, കൂടുതൽ അങ്ങ് നന്മമരം കളിക്കാതെ ചേച്ചി, നിങ്ങളെപ്പോലെ ക്യാഷ് ഉള്ളവർക്ക് പ്രിയദർശിനി ഒരു അനാവശ്യമായ കാര്യമാവും. ശരിയാണ്. ബട്ട് പാവപ്പെട്ട വീട്ടിലുള്ള 10K ഒക്കെ സാലറിയുള്ള, 10K എന്ന് വെച്ചാൽ 10,000 രൂപ സാലറി കിട്ടുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പ്രിയദർശിനി നല്ലൊരു കാര്യം തന്നെയാണ്. പ്രവീണ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതുപോലെ 10,000-ഉം 7,000-ഉം 12,000-ഉം ഒക്കെ മേടിക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ആളുകളൊക്കെ മാറിക്കൊടുക്കുക സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അവർ യാത്ര ചെയ്യട്ടെ. കാരണം നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ പൈസ കൊടുത്ത് യാത്ര ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതിനെ പറ്റിയിട്ട് ഫാത്തിമ തഹ്ലിയ പ്രിയദർശിനി ഉദ്ഘാടന സമയത്ത് ഇതുപോലെയുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പീച്ച്, നല്ലൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ വെച്ച് തരാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും ഇതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഫാത്തിമ തഹ്ലിയ പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കേ. കേരളത്തിലെ UDF ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകിയ വാക്ക് ഇതാ പാലിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദിവസം ചെറുതല്ലാത്ത ഒരു പ്രാധാന്യത്തിൽ കേരള ചരിത്രത്തിൽ കുറിക്കപ്പെടും. നിങ്ങൾക്കറിയാം, പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട് ടൗണിലേക്ക് യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്, നിരവധി സ്ത്രീകളുണ്ട്. അവര് ദിവസവും തിരിച്ചു വരുമ്പം പിറ്റേന്ന് രാവിലെ കൊടുക്കേണ്ട ബസിന്റെ പണം മാറ്റിവെച്ചിട്ടാണ് ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള അവര് പണം സ്വരൂപിക്കുന്നത്. ഇതാ ഗവൺമെന്റ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും, നിങ്ങൾ ഏത് തൊഴിലിൽ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ബസ് യാത്ര സൗജന്യമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത്. അതിനേക്കാൾ പ്രാധാന്യം നിങ്ങൾക്ക് നൽകിയ വാക്ക് ആദ്യത്തെ ക്യാബിനറ്റിൽ കൊണ്ടുവരികയും ഇന്നേ ദിവസം നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ഏറെ വിശ്വാസമാണ് ഈ സർക്കാരിലുള്ളത്. നമ്മളെ പോലെയുള്ള സ്ത്രീകളെ, നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ, അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ, ആശാവർക്കർമാരെ, അംഗനവാടി ജീവനക്കാരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഈ സർക്കാരിന് അഭിവാദ്യം, പേരാമ്പ്രയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിവാദ്യം അറിയിക്കുകയാണ്. ഈ ബസ് സർവീസ്, പേരാമ്പ്രയിൽ നിന്നുള്ള ഈ ബസ് സർവീസ്, സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് നൽകുന്ന ഈ ബസ് സർവീസിന് ഇവിടെ തുടക്കം കുറിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഏറെ സന്തോഷപൂർവ്വം നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സർക്കാരിനോടൊപ്പം നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള വാക്കുകൾ മാത്രം നൽകിക്കൊണ്ട് അവസാനിപ്പിക്കും.